നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മൂന്നാറിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മണിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. ചെക്ക് കൈമാറിയത് മൂന്നാർ ജനറൽ ആശുപത്രിയിൽ അടിയന്തരമായി ചേർന്ന സർവകക്ഷി യോഗത്തിന് ശേഷം. അതേസമയം ആനയെ പിടിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട ഡീൻ കുര്യാക്കോസ് MP നിരാഹാര സമരം ആരംഭിച്ചു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും വന്യമൃഗങ്ങളും ഒരുപോലെ ഉപദ്രവകാരികളാകുന്നുവെന്ന് UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി. മനുഷ്യനെ കൊല്ലുന്ന മൃഗങ്ങളെ വെടിവയ്ക്കുന്നതിനുള്ള ഉത്തരവിടുന്നതിന് സർക്കാരിന് അധികാരമുണ്ടായിരുന്നിട്ടും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നതിനുള്ള കാരണം വ്യക്തമാക്കണമെന്നും ആവശ്യം. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന് 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന് കർഷക കോൺഗ്രസ് ജില്ലാ നേതൃത്വം. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി മുൻ MP ജോയിസ് ജോർജ്. ഇത്തവണ ജോയിസ് അംഗത്തിനിറങ്ങുന്നത് CPM പാർട്ടി ചിഹ്നത്തിൽ. UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ലെങ്കിലും ഡീൻ കുര്യാക്കോസിന് തന്നെ സാധ്യത. വനപാലകരുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ അടിമാലി മാങ്കുളം ജനകീയ സമിതി തുടർ പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുന്നു. മാർച്ച് 4 മുതൽ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കും. വിവിധ രാഷ്ട്രീയ സാമുദായിക കർഷക സംഘടനകൾ സമരത്തിൽ പങ്കാളികളാകുമെന്നും ജനകീയ സമിതി. വിശദമായ വാർത്തകളിലേക്ക്. മൂന്നാറിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മണിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. മൂന്നാർ ജനറൽ ആശുപത്രിയിൽ അടിയന്തരമായി ചേർന്ന സർവകക്ഷി യോഗത്തിന് ശേഷമാണ് ചെക്ക് കൈമാറിയത്. സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കുമെന്ന് അടക്കമുള്ള ഉറപ്പിനെ തുടർന്ന് സർവകക്ഷി യോഗത്തിന് ശേഷം LDF ഹർത്താൽ അവസാനിപ്പിച്ചു. അതേസമയം ആനയെ പിടിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട ഡീൻ കുര്യാക്കോസ് MP നിരാഹാര സമരം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കാട്ടാന ആക്രമണത്തിൽ ഓട്ടോ തൊഴിലാളിയായ മണി കൊല്ലപ്പെട്ടത്. ഇതോടെ വലിയ പ്രതിഷേധവും മൂന്നാറിൽ ഉയർന്നു. LDF മൂന്നാറിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നു. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വനംവകുപ്പ് ഓഫീസ് ഉപരോധമടക്കമുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചു. തൊഴിലാളികളും ജനപ്രതിനിധികളും മുന്നോട്ട് വച്ച ആവശ്യങ്ങൾ അംഗീകരിക്കാതെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വിട്ടുനൽകില്ലെന്ന് അറിയിച്ചതോടെയാണ് ജനപ്രതിനിധികളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സർവകക്ഷി യോഗം ചേർന്നത്. ഇവിടെ വെച്ച് തന്നെ 10 ലക്ഷം രൂപയുടെ ചെക്ക് മണിയുടെ കുടുംബത്തിന് കൈമാറി. വനംവകുപ്പിന്റെ ഫണ്ടാണ് കുടുംബത്തിന് നൽകിയത്. വനംവകുപ്പിനെതിരെ വിമർശനം ഉന്നയിച്ച മണിയുടെ മാതാവ് ഇനി ഒരാൾക്കും മകനെ നഷ്ടമാകാനുള്ള സാഹചര്യം ഉണ്ടാകാതിരിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞു. നേരത്തെ லாரியை யானை தள்ளும் போது எல்லாருக்கும் தெரிஞ்சிருக்குது. அப்ப இந்த கவர்மெண்ட் வந்து ஆக்ஷன் எடுத்திருந்தா என் பிள்ளை நைட்ல இறந்திருக்காது. ஆனா என்ன துடி துடிச்சு என் பிள்ளை செத்தான்றது எங்களுக்கு யாருக்குமே தெரியாது. அவ செத்து கிடந்ததுக்கு அப்புறம் தான் அடுத்தவங்க போன் பண்ணி எங்களுக்கு தெரிஞ்சிருக்கு. நான் கோயம்புத்தூர்ல இருந்து இப்ப காலையில தான் வந்தேன் நான். ஆனா இந்த சாவுதான், இந்த அழுகை தான் கடைசியா இருக்கணும். என் வீட்டுல என் மருமகா, என் பேரமாரு, என் பையன், இன்னொரு பையன் இருக்கிறான், என் பொண்ணு, என் பேத்தி, இந்த குடும்பமே எல்லாம் சேர்ந்து இந்த ஊரோட சேர்ந்து அழுகுறாங்க. இந்த அழுகை தான் கடைசியா இருக்கணும். ഇതോടൊപ്പം തന്നെ കുട്ടിയുടെ പഠനം സർക്കാർ ഏറ്റെടുക്കുന്നതിനും കുടുംബത്തിലെ ഒരാൾക്ക് സർക്കാർ ജോലി നൽകാനും ശുപാർശ ചെയ്യുമെന്നും അധികൃതർ പറഞ്ഞു. RRTയുടെ സംവിധാനം മെച്ചപ്പെടുത്തി 24 മണിക്കൂറും നിരീക്ഷണം നടത്തുമെന്ന് വനംവകുപ്പ് ഉറപ്പ് നൽകിയതായി ദേവികുളം MLA അഡ്വക്കേറ്റ് A രാജ വ്യക്തമാക്കി. ഇവിടുത്തെ ആളുകൾ ഇപ്പോൾ ഭീതിയിലാണ്. തുടർച്ചയായിട്ട് ഇങ്ങനെ വന്യമൃഗ ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അതിനെ ഒന്ന് തടയിടാൻ വേണ്ടിയിട്ട് കൂടുതൽ RRT ടീമിന്റെ പ്രവർത്തനം ഇവിടെ ഉണ്ട്. അതിന്റെ സ്ട്രെങ്ത് ഒന്ന് അധികപ്പെടുത്തിക്കൊണ്ട് അത് ശക്തിപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തുടർച്ചയായിട്ട് പെട്രോളിംഗ് നടത്താനും 24 മണിക്കൂറും എവിടെയൊക്കെ ആന ഉണ്ടോ അതിനെ കാട്ടിലേക്ക് കയറ്റിവിടുന്നതിന് വേണ്ടി പെട്രോളിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ടും ഇപ്പോൾ തീരുമാനം എടുത്തിട്ടുണ്ട്. ആന നിൽക്കുന്ന മേഖലകളെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് എവിടെയൊക്കെയാണോ ആന നിൽക്കുന്നത് അത് ആളുകൾക്ക് എത്രയും പെട്ടെന്ന് അറിയിപ്പ് കൊടുക്കാനുള്ള ഒരു സംവിധാനം കൂടെ ഏർപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. പ്രതിഷേധക്കാർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ വനംവകുപ്പ് അംഗീകരിക്കുകയും ധനസഹായ തുക അടിയന്തരമായി കൈമാറുകയും ചെയ്ത സാഹചര്യത്തിൽ LDF ഹർത്താൽ അവസാനിപ്പിച്ചു. അതേസമയം ആക്രമണം നടത്തിയ ആനയെ പിടിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട ഇടുക്കി MP ഡീൻ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ UDF പ്രവർത്തകർ നിരാഹാര സമരം ആരംഭിച്ചു. തുടർച്ചയായി എസ്റ്റേറ്റ് മേഖലയിൽ ഉണ്ടാകുന്ന കാട്ടാന ആക്രമണങ്ങൾ പ്രതിഷേധകരമാണെന്ന് ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. ഇവിടെ സ്പെഷ്യൽ RRT നിയോഗിക്കുമെന്ന് പറഞ്ഞിട്ട് എവിടെയെത്തി? രാത്രികാലങ്ങളിൽ വഴിയിൽ സഞ്ചരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് വ്യക്തം. പക്ഷേ ഇപ്പോൾ പട്ടാപ്പകൽ പോലും ഇവിടെ ആർക്കും സഞ്ചരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള സത്യം. എത്രയോ സഞ്ചാരികൾ കടന്നു പോകുന്ന മേഖലയാണ്. ആരുടെ ജീവനാണ് ഇവിടെ സുരക്ഷയുള്ളത്?
സർക്കാർ എന്ത് ചെയ്യും? അപ്പം അതുകൊണ്ട് ഞങ്ങൾ വളരെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള 3 ഡിമാൻഡുകൾ മുന്നോട്ട് വയ്ക്കുക. ഒന്ന്, പടയപ്പ എന്ന് പറയുന്ന പ്രശ്നകാരിയായ ഒരാന ഈ നാട്ടിൽ ഇറങ്ങി വിലസുന്ന ഒരു സാഹചര്യമുണ്ട്. അത് വർഷങ്ങളായി. പക്ഷെ പടയപ്പയ്ക്ക് പ്രത്യേകമായ ആനുകൂല്യമാണ് സർക്കാർ കൊടുത്തിട്ടുള്ളത്. പടയപ്പ ഈ സർക്കാരിൻ്റെ ബ്രാൻഡ് അംബാസഡറായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആ പടയപ്പയെ അരിക്കൊമ്പൻ മോഡലിൽ ഇവിടെ നിന്നും നാട് കടക്കും. 2, ഇന്നലെ സുരേഷ് എന്ന ചെറുപ്പക്കാരനെ കൊന്നൊടുക്കിയ ആനയെ കണ്ടുപിടിച്ചു. ആ ആനയെയും ഇവിടെ നിന്നും നാട് കടക്കും. BJP പ്രവർത്തകർ ടൗണിൽ പ്രതിഷേധ പ്രകടനവും നടത്തി. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും വന്യമൃഗങ്ങളും ഒരുപോലെ ഉപദ്രവകാരികളാകുന്നുവെന്ന UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി. മനുഷ്യനെ കൊല്ലുന്ന മൃഗങ്ങളെ വെടിവയ്ക്കുന്നതിനുള്ള ഉത്തരവിടുന്നതിന് സർക്കാരിന് അധികാരമുണ്ടായിരുന്നിട്ടും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നതിനുള്ള കാരണം വ്യക്തമാക്കണമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം കാട്ടുമൃഗങ്ങളാൽ ദാരുണമായി കൊല ചെയ്യപ്പെട്ട 900ഓളം ആളുകളുടെ കൊലപാതകത്തിന്റെയും അത്രയും കുടുംബങ്ങൾ വഴിയാധാരമായതിന്റെയും ധാർമ്മിക ഉത്തരവാദിത്തം മുഖ്യമന്ത്രി പിണറായി വിജയന്റേത് മാത്രമാണെന്നും ജോയി വെട്ടിക്കുഴി പറഞ്ഞു. കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള വിവേചനശക്തി നഷ്ടപ്പെട്ട ഒരാളെയാണ് വനംവകുപ്പ് മന്ത്രിയാക്കി വച്ചിരിക്കുന്നതെന്നും ജോയി വെട്ടിക്കുഴി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. യാതൊരു വിവേചന ശക്തിയും ഇല്ലാത്ത ഒരു ആളെ പിടിച്ചാണ് വനം മന്ത്രിയാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തെ വനം മന്ത്രിയാക്കിയിരിക്കുന്നതും ഒരു മന്ത്രി ഇല്ലാതിരിക്കുന്നതും വാസ്തവത്തിൽ ഒരുപോലെ തന്നെയാണ് ജനങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. വനം വകുപ്പ് എല്ലാ ജീവികളെയും വന്യജീവികളെയും ഒരുപോലെ സംരക്ഷിക്കണമെന്നുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് അത് അശാസ്ത്രീയമാണ്. അതിന് സംരക്ഷണം ആവശ്യമുള്ളത് ശരിക്കും വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവികൾക്ക് അതിനാണ് സംരക്ഷണം കൊടുക്കേണ്ടത്. അപ്പോൾ അത് പഠിക്കാതെ അല്ലെങ്കിൽ അത് പരിഗണിക്കാതെ എല്ലാ ജീവികൾക്കും സംരക്ഷണം കൊടുക്കണമെന്നുള്ള ഒരു നിലപാട് ഒരിക്കലും ശരിയല്ല. അതോടൊപ്പം തന്നെ ഈ വന്യമൃഗങ്ങളെ വെടിവെക്കുന്നതിന് വേണ്ടി മനുഷ്യനെ ഉപദ്രവിക്കുന്ന വന്യമൃഗങ്ങളെ വെടിവെക്കുന്നതിന് ഉത്തരവിടുന്നതിന് ഗവൺമെൻറ്റിന് അധികാരമുണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിലെ ഗവൺമെൻറ് ഈ പടയപ്പ പോലെ ആളുകളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന വന്യമൃഗങ്ങളെ വെടിവെക്കാൻ വേണ്ടിയിട്ട് ഉത്തരവിടാത്തതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് ഗവൺമെൻറ് വ്യക്തമാക്കണം. ഏതെങ്കിലും പാവപ്പെട്ട ഒരുത്തൻ അവൻ്റെ സ്വന്തം ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വന്യജീവിയെ കൊലപ്പെടുത്തിയാൽ അവനെ കൊണ്ടുപോയി ജയിലിലടയ്ക്കുന്നതിന് എത്രയോ വലിയ തീഷ്ണതയാണ് ഇവിടുത്തെ പോലീസും ഫോറസ്റ്റുകാരും കാണിക്കുന്നത്. അതിൻ്റെ ഒരു 50% ഉള്ള ഒരു തീഷ്ണതയെങ്കിലും ഈ മനുഷ്യനെ കൊല്ലുന്ന മൃഗങ്ങളെ പിടിക്കുവാനോ അല്ലെങ്കിൽ അതിനെ വെടിവെക്കുന്നതിനോ അധികാരികൾ കാണിച്ചിരുന്നുവെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കഴിയുമായിരുന്നു. അതുകൊണ്ട് ഈ കാര്യത്തിലെല്ലാം ഗവൺമെൻറ് ഒരു നിരുത്തരവാദിത്വപരമായ ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. 1972 കേന്ദ്ര വന നിയമത്തിൽ കേരളത്തിന് അനുയോജ്യമല്ലാത്ത വ്യവസ്ഥകൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള വ്യവസ്ഥകൾ പിൻവലിക്കണമെന്നും അല്ലെങ്കിൽ മാറ്റണമെന്നും ഭേദഗതി ചെയ്യണമെന്നും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തുവാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെൻറ്റിനുണ്ട്. അല്ലാതെ കേന്ദ്ര ഗവൺമെൻറ്റിനെ പഴി പറഞ്ഞുകൊണ്ട് അത് മുമ്പോട്ട് പോകുന്ന ഒരു നടപടി അത് ഒരിക്കലും ശരിയായ ഒന്നല്ല. വനത്തിന് പുറത്തുള്ള ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം സർക്കാരിന്റേതാണ്. വന്യമൃഗങ്ങളുടെ സംരക്ഷണം വനത്തിലും സംരക്ഷിത പ്രദേശങ്ങളിലുമായി പരിമിതപ്പെടുത്തുന്നതിന് നടപടികൾ സ്വീകരിക്കണം. ജീവന് ഭീഷണിയാകുന്ന മൃഗങ്ങളെ കൊല്ലുന്ന മനുഷ്യനെ ജയിലിൽ അടയ്ക്കുന്നതിന് സർക്കാർ കാണിക്കുന്ന ശുഷ്കാന്തി മനുഷ്യനെ കൊല്ലുന്ന മൃഗത്തെ പിടികൂടുന്നതിനും കാണിക്കണം. 1972 വന നിയമത്തിൽ കേരളത്തിന് അനുയോജ്യമല്ലാത്ത വ്യവസ്ഥകൾ നീക്കം ചെയ്യുന്നതിന് കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. വന്യജീവികളുടെ എണ്ണം പരിഗണിക്കാതെ എല്ലാ ജീവികൾക്കും ഒരേപോലെ നിയമ സംരക്ഷണം നൽകുന്നത് അശാസ്ത്രീയമാണ്. വന്യജീവികളെ നേരിടുന്നതിനുള്ള തോക്കുകളുടെ ലൈസൻസ് അടിയന്തരമായി നൽകണം. റവന്യൂ ഭൂമിയും മറ്റ് സർക്കാർ സ്ഥലങ്ങളും വനഭൂമിയായി മാറ്റിക്കൊണ്ടുള്ള ഉത്തരവുകൾ പിൻവലിക്കുകയും ഇത്തരം നടപടികൾ അവസാനിപ്പിക്കുകയും ചെയ്യണം. ഇനിയും ഒരാളുടെ ജീവൻ പോലും നഷ്ടപ്പെടുവാൻ ഇടയാക്കാതെ ഉപദ്രവകാരികളായ മൃഗങ്ങളെ വെടിവെക്കുവാൻ സർക്കാർ ഉത്തരവിറക്കണമെന്നും ജോയി വെട്ടിക്കുഴി ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ UDF മണ്ഡലം കൺവീനർ ജോയി കുടക്കച്ചിറയും പങ്കെടുത്തു. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന് 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന് കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്ട്.
വന്യജീവികൾ ജനവാസ മേഖലയിൽ കടന്നുകയറി നാശനഷ്ടം വരുത്തുന്നത് തടയാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മനുഷ്യജീവന് വില കൽപ്പിക്കാത്ത സർക്കാരുകളാണ് കേന്ദ്രവും സംസ്ഥാനവും ഭരിക്കുന്നത്. ദിനംപ്രതി വന്യമൃഗ ആക്രമണത്തിൽ മനുഷ്യൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാട്ടിലായിരുന്നെങ്കിൽ ഇന്ന് ഇടുക്കിയിലാണ്. ഇടുക്കി മൂന്നാറിൽ ഓട്ടോറിക്ഷ ഡ്രൈവറെ ആന തുമ്പിക്കൈക്ക് വലിച്ചെറിഞ്ഞ് 3 പ്രാവശ്യം ചുഴറ്റിയെറിഞ്ഞ് കൊന്നു. ഈ വിഷയം ഇങ്ങനെ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ ഇക്കാര്യത്തിൽ നിസ്സംഗതയാണ് ഇപ്പോഴും. ഇത് പരിഹരിക്കണ്ടേ? ഇപ്പോൾ സർക്കാർ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാമെന്ന് പറയുന്നു. കർഷക കോൺഗ്രസ് പറയുന്നു 10 ലക്ഷം പോരാ, 1 കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കണം. ഒരു ജവാന് കൊടുക്കുന്നുണ്ടെങ്കിൽ ജവാൻ കൊല്ലപ്പെട്ടാൽ 1 കോടി രൂപ നഷ്ടമാണ്. ഒരു കിസാൻ മരിച്ചാലും 1 കോടി രൂപ നഷ്ടം കൊടുക്കണം. അതാണ് ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറയുന്നത്. ഇതാണ് കർഷക കോൺഗ്രസ് അതിശക്തമായി ആവശ്യപ്പെടുന്നത്. സർക്കാർ ഇക്കാര്യത്തിൽ വളരെ നിഷ്ക്രിയ സമീപനമാണ്. ഇത് പരിഹരിച്ചേ പറ്റൂ. സർക്കാർ ഈ കാര്യത്തിൽ വളരെ ഗൗരവമായി ജനവാസ മേഖലകളിൽ വന്യമൃഗം കയറാതിരിക്കുവാനുള്ള സത്വര നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണം. മൂന്നാറിൽ സിമന്റ് കയറ്റി വന്ന ലോറിക്ക് നേരെയുണ്ടായ കാട്ടുകൊമ്പൻ പടയപ്പയുടെ പരാക്രമത്തിന് പുറമെ വേറെയും വാഹനങ്ങൾ ആക്രമിച്ചു പടയപ്പ. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം നടന്നത്. മൂന്നാർ കന്നിമല ഭാഗത്ത് വെച്ച് കാറിന് നേരെയും ഇരുചക്ര വാഹനത്തിന് നേരെയും പടയപ്പ ആക്രമണം നടത്തി. വാഹനങ്ങളിൽ ആളുകൾ ഇല്ലാതിരുന്നതിനാൽ മറ്റു അപകടങ്ങൾ ഒഴിവായി. കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു നയമക്കാടിന് സമീപം മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിലിറങ്ങിയ കാട്ടുകൊമ്പൻ പടയപ്പ സിമന്റ് കയറ്റി വന്ന ലോറി തടഞ്ഞ് പരാക്രമം നടത്തിയത്. കാട്ടാന വാഹനം പുറകോട്ട് തള്ളി നീക്കിയിരുന്നു. 1 മണിക്കൂറോളം റോഡിൽ നിലയുറപ്പിച്ചതോടെ ഗതാഗത തടസ്സവും ഉണ്ടായി. ഇതിനുശേഷമാണ് വൈകുന്നേരത്തോടെ വേറെയും വാഹനങ്ങൾക്ക് നേരെ പടയപ്പയുടെ പരാക്രമം ഉണ്ടായത്. കന്നിമല ഭാഗത്തെത്തിയ പടയപ്പ വീണ്ടും അന്തർ സംസ്ഥാന പാതയിലിറങ്ങി. കാറിന് നേരെയും ഇരുചക്ര വാഹനത്തിന് നേരെയും ആക്രമണം നടത്തി. വാഹനങ്ങളിൽ ആളുകൾ ഇല്ലാതിരുന്നതിനാൽ അപകടങ്ങൾ ഒഴിവായി. പൊതുവെ ശാന്ത സ്വഭാവക്കാരനാണ് പടയപ്പയെങ്കിലും സമീപ ദിവസങ്ങളിൽ ആന ആക്രമണ സ്വഭാവം കാണിക്കുന്നത് ആളുകളിൽ ആശങ്ക ജനിപ്പിച്ചിട്ടുണ്ട്. சும்மா அப்படியே லொக்கேஷன் தான் பார்த்துட்டு இருந்தோம். பார்த்துருக்கும்போது திடீர்னு சடனாக பார்க்கும்போது பேக்கில் யானை வந்துருச்சு. வண்டி எடுக்கலாம் போவோம் பார்த்தோ எனக்கு கொஞ்சம் பயமாக இருந்துருச்சு. வந்தோடனே தூரம் மாறிட்டோம். வந்தோடனே வண்டி உடச்சிருச்சு. வண்டி உடச்சி அதுக்கடுத்து ஒரு காரையும் உடச்சிருச்சு. ബാക്ക് ബ്രേക്ക് ഏതുമേ വർക്ക് ആകല, ഡിസ്പ്ലേ വർക്ക് ആകല. ജനവാസ മേഖലയിലൂടെ പടയപ്പ ചുറ്റിത്തിരിയുന്നതാണ് ഭയപ്പാടിന് കാരണം. കാട്ടുകൊമ്പനെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്നാണ് ആവശ്യം. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി മുൻ MP ജോയ്സ് ജോർജ്. CPM പാർട്ടി ചിഹ്നത്തിലാണ് ഇത്തവണ ജോയ്സ് അംഗത്തിനിറങ്ങുന്നത്. UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ലെങ്കിലും ഡീൻ കുര്യാക്കോസിന് തന്നെയാണ് സാധ്യത. BJPയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന മുദ്രാവാക്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവിൽ ഉയർത്തിപ്പിടിക്കുന്നത്. BJPയെ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്താൻ ഓരോ സംസ്ഥാനത്തിൻ്റെയും സവിശേഷതകൾക്കനുസരിച്ച് BJP വിരുദ്ധ വോട്ടുകളെ കൂട്ടി യോജിപ്പിക്കുന്ന തരത്തിലുള്ള നിലപാടാണ് സ്വീകരിക്കാൻ സാധിക്കുക എന്ന് മുമ്പ് തന്നെ CPIM വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ഇന്ത്യ എന്ന പൊതുവേദി പരസ്പരം സഹകരിച്ചുകൊണ്ട് ഈ ഒരു ലക്ഷ്യമാണ് തിരഞ്ഞെടുപ്പിൽ നേടിയെടുക്കാൻ ഉള്ളത്. BJPയെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കുക എന്നുള്ളതാണ് ആ ചുമതല. അത്തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ രാജ്യത്ത് പൊതുവെ വളർന്നു വരുന്നു എന്നതാണ് ആശ്വാസകരമായ ഒരു കാര്യം. പാർട്ടിയുടെ എല്ലാ തലങ്ങളിലുമുള്ള ജനാധിപത്യപരമായ രീതിയിലുള്ള ചർച്ചകളും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള തീരുമാനങ്ങളും സെൻട്രൽ കമ്മിറ്റിയുടെ അംഗീകാരവും എല്ലാം ചേർത്തുകൊണ്ട് ഇന്നിപ്പോഴും പ്രഖ്യാപിക്കുന്നു. ഇടുക്കി ജോയ്സ് ജോർജ്.
2014 ഹൈറേഞ്ച് സംരക്ഷണ സമിതി സ്ഥാനാർത്ഥിയായി LDF പിന്തുണയിൽ മത്സര രംഗത്തെത്തിയ ജോയ്സ് ജോർജ് ഡീൻ കുര്യാക്കോസിനെ പരാജയപ്പെടുത്തി ഇടുക്കി ഇടതുപാളയത്തിൽ എത്തിച്ചു. UDFന്റെ ഉരുക്കുകോട്ടയായ ഇടുക്കിയിൽ 500,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജോയ്സ് വിജയിച്ചു കയറിയത്. 2019 രണ്ടാം അംഗത്തിൽ ഡീൻ കുര്യാക്കോസിനോട് പരാജയപ്പെട്ടു. ആദ്യ 2 തവണയും LDF പിന്തുണയിൽ സ്വതന്ത്രനായാണ് മത്സരിച്ചത്. ഇത്തവണ CPMന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായാണ് മത്സര രംഗത്തിറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്രവുമല്ല, നമ്മുടെ മുന്നനുഭവം അനുസരിച്ച് രാജ്യത്ത് BJPക്കെതിരായി ഒരു മുന്നണിയെ രൂപീകരിച്ചു കൊണ്ടുവരുന്നതിനും ആ മുന്നണിയെ കൃത്യമായ ദിശാബോധത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സാധിക്കുക ഇടതുപക്ഷ ബ്ലോക്കിനാണ്. അത് 2004 ഒന്നാം UP ഉണ്ടാകുമ്പോൾ മുതൽ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ രാജ്യം വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകുന്നൊരു ഘട്ടത്തിൽ നേതൃത്വപരമായ പങ്ക് വഹിക്കാൻ ഇടതുപക്ഷ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഒക്കെ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉണ്ടാകേണ്ടതുണ്ട്. ലെഫ്റ്റ് ബ്ലോക്ക് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതിനനുകൂലമായി ജനങ്ങൾ വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ലെങ്കിലും ഡീൻ കുര്യാക്കോസിന് തന്നെയാണ് സാധ്യത. കേരള കോൺഗ്രസ് കൂടി മുന്നണിയിൽ എത്തിയതോടെ കഴിഞ്ഞ തവണ കൈവിട്ട മണ്ഡലം തിരികെ നേടാമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇടത് ക്യാമ്പ്. മാർച്ച് 4 മുതൽ 25 വരെ നടക്കുന്ന ഈ വർഷത്തെ SSLC പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും ജില്ലയിൽ പൂർത്തിയായി. 11,562 വിദ്യാർത്ഥികളാണ് ജില്ലയിൽ ഇക്കുറി SSLC പരീക്ഷ എഴുതുന്നത്. ചോദ്യപേപ്പറുകളുടെ തരംതിരിക്കൽ 2 ദിവസത്തിനകം പൂർത്തിയാകുമെന്ന് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. ഇത്തവണ 6,064 ആൺകുട്ടികളും 5,498 പെൺകുട്ടികളും ഉൾപ്പെടെ 11,562 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. SC വിഭാഗത്തിൽ നിന്ന് 1,567 കുട്ടികളും ST വിഭാഗത്തിൽ നിന്ന് 590 കുട്ടികളും പരീക്ഷ എഴുതുന്നുണ്ട്. സർക്കാർ സ്കൂളുകളിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഇത്തവണയും കല്ലാർ സ്കൂളാണ് മുന്നിൽ. 354 വിദ്യാർത്ഥികളാണ് ഇവിടെ പരീക്ഷ എഴുതുന്നത്. കുറുവ വിദ്യാർത്ഥികൾ എഴുകുംവയൽ സർക്കാർ ഹൈസ്കൂളിലാണ്. 2 വിദ്യാർത്ഥികൾ മാത്രം. എയ്ഡഡ് സ്കൂളുകളിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് കരിമണ്ണൂർ SJHSലാണ്. 378 വിദ്യാർത്ഥികളാണ് ഇവിടെ പരീക്ഷ എഴുതുന്നത്. കുറവ് മുക്കുളം SGHSലും 2 വിദ്യാർത്ഥികൾ ഇവിടെ പരീക്ഷ എഴുതുന്നുണ്ട്. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1ഉം 2ഉം വർഷ പൊതുപരീക്ഷകൾ മാർച്ച് 1 ആരംഭിക്കും. 26 അവസാനിക്കും. രാവിലെ 9:30 മുതലാണ് പരീക്ഷ. ചോദ്യപേപ്പറുകളുടെ തരംതിരിക്കൽ 2 ദിവസത്തിനകം പൂർത്തിയാകുമെന്ന് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. തരംതിരിക്കൽ പൂർത്തിയായാൽ ജില്ലാ ട്രഷറി, സബ് ട്രഷറികൾ, ബാങ്കുകൾ എന്നീ ക്ലസ്റ്ററുകളിലാണ് ചോദ്യപേപ്പറുകൾ സൂക്ഷിക്കുക. തൊടുപുഴ വിദ്യാഭ്യാസ ജില്ലയിൽ 17 ക്ലസ്റ്ററുകളും കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലയിൽ 29 ക്ലസ്റ്ററുകളുമാണ് ഉള്ളത്. വനപാലകരുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ അടിമാലി മാങ്കുളം ജനകീയ സമിതി തുടർ പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുന്നു. മാർച്ച് 4 മുതൽ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുമെന്ന് ജനകീയ സമിതി ഭാരവാഹികൾ പറഞ്ഞു. ആദ്യ ദിനത്തിൽ മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അംഗങ്ങളും സത്യാഗ്രഹം അനുഷ്ഠിക്കും. വിവിധ രാഷ്ട്രീയ, സാമുദായിക, കർഷക സംഘടനകൾ സമരത്തിൽ പങ്കാളികളാകും. വനം വകുപ്പും പ്രദേശവാസികളും ഭൂമിയുടെ കാര്യത്തിൽ നേർക്കുനേർ നിന്ന മണ്ണാണ് മാങ്കുളം. നീതി ന്യായവും ആർക്കൊപ്പം എന്ന ചോദ്യം ഉത്തരമില്ലാതെ ഇപ്പോഴും തുടരുകയാണ്. മാങ്കുളം ഇന്ന് നേരിടുന്ന പ്രതിസന്ധികളിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. മുൻവർഷങ്ങളിൽ നാട്ടുകാരുടെ സഹകരണത്തോടെ വനപാലകർ വനസംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സുഗമമായി നടത്തിയിരുന്നു. കാർഷിക വിളകളുടെ വിലയിടിവിനെ തുടർന്ന് മേഖലയിലെ ജനങ്ങൾ ടൂറിസത്തെ കൂടുതലായി പ്രോത്സാഹിപ്പിച്ചു. നിരവധി സംരംഭകരെത്തിയതോടെ ടൂറിസം രംഗത്ത് വലിയ മുന്നേറ്റമുണ്ടായി. എന്നാൽ മാങ്കുളത്ത് പുതിയ DFO ചാർജ് എടുത്തതോടെ ജനങ്ങളുമായുള്ള ബന്ധത്തിന് ഉലച്ചിലുണ്ടായി. നിരവധി വികസന പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുള്ള പഞ്ചായത്തിന്റെ ഉടമസ്ഥയിലുള്ള ഭൂമി കൈവശപ്പെടുത്തി വനഭൂമിയാക്കാനുള്ള ഗൂഢനീക്കമാണ് പിന്നീട് മാങ്കുളം അഭിമുഖീകരിച്ചത് എന്നാണ് ആരോപണം. മാങ്കുളം പഞ്ചായത്തിന്റെ കൂടുതൽ പ്രദേശങ്ങൾ വനഭൂമിയാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് ജനകീയ സമരസമിതി കൺവീനറും മാങ്കുളം സെന്റ് മേരീസ് പള്ളി വികാരിയുമായ ഫാദർ മാത്യു കരോട്ട് കൊച്ചറയ്ക്കൽ ആരോപിച്ചു. മാങ്കുളം ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ മാങ്കുളത്ത് വനം വകുപ്പും പഞ്ചായത്ത് ഭരണസമിതിയും തമ്മിലുള്ള തർക്കത്തിൽ വൻതോതിലുള്ള സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. 2007 സർക്കാർ ഏർപ്പെടുത്തിയൊരു വനവിജ്ഞാപനമുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് പട്ടയം, ആധാരം അല്ലെങ്കിൽ പ്ലോട്ട് അലോട്ട് ചെയ്തു എന്നുള്ളതിൻ്റെ രേഖകൾ, ഔദ്യോഗിക രേഖകളില്ലാത്ത എല്ലാ സ്ഥലങ്ങളും റിസർവ് ഫോറസ്റ്റാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് മാങ്കുളം വില്ലേജിൽ. അതിൻ്റെ അതിരുകളും അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെയുള്ള ജനങ്ങളെ വനത്തിനുള്ളിലായി തീർത്തുകൊണ്ട്
ഇവിടുത്തെ ജനവാസത്തെ അപ്പാടെ നിഷേധിക്കാനും ജനങ്ങൾക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കാനും വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഗൂഢമായിട്ടുള്ള നീക്കം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച ഗ്രാമപഞ്ചായത്തിന് നടത്തിപ്പ് ചുമതല നൽകിയ പൗരന്റെ അവകാശവാദം വനംവകുപ്പ് ഉന്നയിച്ചതോടെയാണ് പ്രതിഷേധങ്ങൾക്ക് ഈ മണ്ണിൽ തുടക്കമാകുന്നത്. ഫോറസ്റ്റ് അധികാരികൾക്ക് യാതൊരു ബന്ധമില്ലാത്തൊരു സ്ഥലമാണ്. ഇവിടെ പട്ടയ സ്ഥലത്താണ് പവലിയൻ വളർന്നിട്ടുള്ളത്. പട്ടയ സ്ഥലത്തിൻ്റെ വിരിവായിട്ട് വരുന്ന സ്ഥലത്താണ് 2 കാലുകൾ ഈ പവലിയൻ്റെ നിൽക്കുന്നത്. ഇവിടെ നല്ല രീതിയിൽ 2-3 വർഷമായിട്ട് ഇത് പ്രവർത്തിച്ചു വരികയാണ്. അപ്പോഴാണ് ഫോറസ്റ്റുകാർ ഇവിടെ അവകാശവാദം ഉന്നയിച്ച് വരികയും അവരുടെ വനത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് പൊളിച്ചു മാറ്റണമെന്നുള്ള രീതിയിലാണ് വന്നത്. അങ്ങനെ പഞ്ചായത്ത് മെമ്പർമാരെ ആയി സംസാരിച്ച കൂടെ മെമ്പർമാരെ അവർ തള്ളിയിടുകയും ഉദ്ധരിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ നാട്ടുകാരുമായിട്ട് പ്രശ്നമുണ്ടായി. ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് പെരുമൻകുത്തിൽ വിനോദസഞ്ചാരികൾക്കായി നിർമ്മിച്ച പവലിയൻ കൈവശപ്പെടുത്താൻ വനപാലകർ നീക്കം നടത്തിയതും ഇതേ തുടർന്നുണ്ടായ സംഘർഷങ്ങളുമെല്ലാം ഇത്തരം ഗൂഢനീക്കങ്ങളുടെ ഭാഗമാണ്. സംഘർഷത്തിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെ 34 പേർക്കെതിരെ കേസെടുത്തിരുന്നു. മാങ്കുളം DFO വർഗീയമായി മാങ്കുളത്ത് ചേരിതിരിവുണ്ടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്റലിജൻസും നിരവധി തവണ ഇദ്ദേഹം മാങ്കുളത്ത് ജോലി ചെയ്യുന്നത് അവിടുത്തെ സമാധാനത്തിന് എതിരാണെന്നും അവിടെ സംഘർഷാവസ്ഥ ഇനിയും സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്ന് കണ്ടിട്ടും ഇദ്ദേഹത്തെ സ്ഥലം മാറ്റാതെ വീണ്ടും സംരക്ഷിക്കുന്നത് മാങ്കുളത്ത് ഇനിയും പ്രശ്നമുണ്ടാകണമെന്നും ഉള്ള വനംവകുപ്പിന്റെ ദുരുദ്ദേശത്തോടെയാണ് എന്ന് സംശയിക്കുന്നു. സംഘർഷവുമായി ബന്ധപ്പെട്ട വനം മന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നുവെങ്കിലും അനുകൂല നടപടി ഉണ്ടായിട്ടില്ല. ഇതോടെയാണ് വീണ്ടും സമരം നടത്താൻ ഒരു ഗ്രാമപഞ്ചായത്ത് ഒന്നാകെ നിർബന്ധിതരായത്. ജനങ്ങളെ മനഃപൂർവ്വം പ്രകോപിപ്പിക്കാനാണ് വനപാലകർ ശ്രമിക്കുന്നതെന്ന ആരോപണവും ശക്തമാണ്. വനഭൂമി വിജ്ഞാപനത്തിൽ 1999 വിതരണം ചെയ്ത ഭൂമി ഉൾപ്പെടെ വരുന്നുണ്ട്. അത് മാത്രമല്ല മാങ്കുളത്തെ എല്ലാ സർക്കാർ ഓഫീസുകളും പൊതുസ്ഥാപനങ്ങളും ഇങ്ങനെ പൊതു ആവശ്യത്തിന് വേണ്ടി നീക്കിവെച്ച ഭൂമിയിലാണ്. ഈ വനവിജ്ഞാപന പ്രകാരം ആ ഭൂമി വനത്തിൻ്റെതാണ്, വനമായി മാറിയ ഭൂമിയാണെന്നാണ് വനംവകുപ്പ് അവകാശപ്പെടുന്നത്. അതേസമയം വന്യമൃഗങ്ങളുടെ ശല്യം മാങ്കുളത്ത് രൂക്ഷമാവുകയാണ്. അതിന് നടപടിയെടുക്കാത്ത വനപാലകരാണ് നീതിക്ക് വേണ്ടി മുന്നിട്ടിറങ്ങിയ ജനങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ മുന്നിൽ നിൽക്കുന്നത്. കാർഷിക വിളകളെല്ലാം കാട്ടുപന്നി, കുരങ്ങ്, മലയെണ്ണാൻ ഇവയെല്ലാം നശിപ്പിക്കുന്ന മൂലം കർഷകർക്ക് തങ്ങളുടെ വരുമാന മാർഗങ്ങളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജീവിക്കാനായിട്ട് വേറെ മാർഗങ്ങളില്ലാത്ത സാഹചര്യത്തിൽ പുതുതായിട്ട് തുറന്നു കിട്ടിയ ടൂറിസം രംഗത്തേക്ക് കടക്കാമെന്ന് വിചാരിച്ച് കുറേ ആളുകൾ ആ രംഗത്തേക്ക് മാറിയപ്പോഴും ആ മേഖലകളെല്ലാം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴടക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനദ്രോഹ നടപടികൾ സ്വീകരിക്കുന്ന DFOയെ സ്ഥലം മാറ്റണമെന്ന ആവശ്യത്തിനൊപ്പം തട്ടേക്കേട് ആലുവ മൂന്നാർ രാജപാതയും മാമലക്കണ്ടം മാങ്കുളം വഴി നിശ്ചയിച്ചിരുന്ന മലയോര ഹൈവേയും തുറക്കണമെന്ന ആവശ്യവും സമിതി മുന്നോട്ട് വയ്ക്കുന്നു. ജനപ്രതിനിധികളെ അടക്കം അറസ്റ്റ് ചെയ്ത നടപടികൾ, ജനകീയ ഹർത്താൽ, നീണ്ടുനിന്ന പ്രതിഷേധങ്ങൾ. ഇനി ജനിച്ച മണ്ണിനും നീതിക്കും വേണ്ടി മാങ്കുളം അഭിമുഖീകരിക്കാൻ പോകുന്നത് നീണ്ടു നിൽക്കുന്ന സമര പോരാട്ടങ്ങളാണ്. മാങ്കുളത്ത് നിന്നും ഹൈറേഞ്ച് ന്യൂസിനു വേണ്ടി അമൽ നിർമ്മലൻ. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ സഹകരണ ജീവനക്കാർ മാർച്ചും ധർണയും നടത്തി. സമരം CITU സംസ്ഥാന കമ്മിറ്റി അംഗം PS രാജൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ സാമ്പത്തികമായി തകർത്ത രാഷ്ട്രീയമായി കീഴടക്കുവാൻ ശ്രമിക്കുന്ന കേന്ദ്ര ഭരണാധികാരികൾക്കെതിരെയും സാധാരണക്കാരുടെ സാമ്പത്തിക ആശ്രയ കേന്ദ്രമായ സഹകരണ സംഘങ്ങളെ തകർക്കുവാൻ ശ്രമിക്കുന്ന റിസർവ് ബാങ്ക് നയങ്ങൾക്കെതിരെയുമാണ് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി സമരം സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായാണ് കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിലും സമരം നടത്തിയത്. കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ സമാപിച്ചു. ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ തൊഴിലവകാശങ്ങളെ കവർന്നെടുക്കുന്ന ലേബർ കോഡുകളിലൂടെ കോർപ്പറേറ്റുകൾക്ക് അനുഗുണമായ സമീപനം സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് നയങ്ങൾക്കെതിരെ പോരടിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് തുടർന്ന് നടന്ന ധർണ CITU സംസ്ഥാന കമ്മിറ്റി അംഗം PS രാജൻ ഉദ്ഘാടനം ചെയ്തു. സഹകരണം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങൾക്ക് അധികാരത്തിൽപ്പെട്ട ഒരു വിഷയമാണ്. കേന്ദ്രത്തിന്റെ അധികാരപരിധിയിൽ വരുന്ന വിഷയമല്ല. സംസ്ഥാന അധികാരത്തിൽപ്പെടുന്ന സഹകരണത്തിനകത്ത് കേന്ദ്ര ഗവൺമെന്റ് കൈകടത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ ഫെഡറലിസത്തിനെതിരായിട്ടുള്ള നീക്കമാണ്. കേരളത്തിൽ സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ ആ നീക്കത്തെ അതിനിശിതമായി വിമർശിച്ചുകൊണ്ട് ആ നീക്കത്തെ ഞങ്ങൾ എതിർക്കുമെന്ന് പറയുക മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ
വിട്ടുകൊടുത്തിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 16,255 സഹകരണ സംഘങ്ങൾ സഹകരണ രജിസ്ട്രാറുടെ മുമ്പാകെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ. ഈ സംഘങ്ങളും പണ്ട് ജില്ലാ ബാങ്കായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഇപ്പോഴത്തെ കേരള ബാങ്കും എല്ലാവരും കൂടി നിക്ഷേപമായി സമാഹരിച്ചിട്ടുള്ളത് കോടിക്കണക്കിന് രൂപയാണ്. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TR സുനിൽ സമരപ്രഖ്യാപനം നടത്തി. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് EK ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി TC രാജശേഖരൻ നായർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PG അജിത, R രാധാകൃഷ്ണൻ നായർ, CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി VR സജി, CITU കട്ടപ്പന ഏരിയ സെക്രട്ടറി MC ബിജു തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി താലൂക്ക് പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ ജപ്തി നടപടികൾ ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കർഷകരുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ നിൽപ്പ് സമരം നടത്തി. കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപത കൺവീനർ ജോർജ് കോയിക്കൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ജപ്തി ലേലവിരുദ്ധ സമിതിയുടെയും ഇൻഡിപെൻഡന്റ് ഭാരതീയ കിസാൻ സഭയുടെയും നേതൃത്വത്തിലാണ് കട്ടപ്പനയിലുള്ള ഇടുക്കി താലൂക്ക് പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ മുൻപിൽ കർഷകർ നിൽപ്പ് സമരം നടത്തിയത്. ബാങ്കിന്റെ ജപ്തി ലേല നടപടികൾ ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപത കൺവീനർ ജോർജ് കോയിക്കൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, രാജ്യത്ത് ധാരാളം ആളുകൾ അവരുടേതായ സാമ്പത്തിക പ്രതിസന്ധികൾ പരിഹരിക്കാൻ ധനകാര്യ സ്ഥാപനങ്ങളെ, പ്രത്യേകിച്ച് ബാങ്കുകളെ, പൊതുമേഖലയിലും സർക്കാർ മേഖലയിലുമൊക്കെയുള്ള ബാങ്കുകളെ ആശ്രയിക്കാറുണ്ട്. അങ്ങനെ ആശ്രയിക്കേണ്ടി വരുന്നത് അവരുടെ ഒരു പരിധിവരെ പറഞ്ഞാൽ അവരുടെ ഗതികേട് കൊണ്ടാണ്. അവരുടെ പക്കൽ പണമില്ലാതെ വരുമ്പോ അവരെ സഹായിക്കുവാൻ ബാധ്യസ്ഥമായ ഗവൺമെന്റ് സംവിധാനങ്ങൾ അത് ഈ രാജ്യത്തിന്റെ പൊതുസ്വത്തിൽ നിന്ന് ഒരു ഓഹരിയെടുത്ത് കൊടുക്കുകയും അവർക്ക് ആവശ്യമായ സംരക്ഷണം നൽകുകയും ചെയ്യുന്ന ബാധ്യത ഇത്തരം ധനകാര്യ സ്ഥാപനങ്ങൾക്കുണ്ട്. ജപ്തി നടപടികൾ നിർത്തിവച്ചില്ലെങ്കിൽ സമരം കടുപ്പിക്കാനാണ് സമിതിയുടെ തീരുമാനം. ജപ്തി വിരുദ്ധ സമിതി ജില്ലാ പ്രസിഡന്റ് രാജു സേവ്യർ, രക്ഷാധികാരി N വിനോദ് കുമാർ, അപ്പച്ചൻ ഇരുവേലിൽ, CB ശശീന്ദ്രൻ, PA ജോസ്, MS ചിന്താമണി, വിൽസൺ അത്തിക്കൽ, ഷീബ ബിജു, MP രാജശേഖരൻ തുടങ്ങിയവർ നിൽപ്പ് സമരത്തിന് നേതൃത്വം നൽകി. കാഞ്ചിയാർ അഞ്ചുരുളി ടണലിലേക്കുള്ള പ്രവേശനം പൂർണ്ണമായി നിരോധിച്ച KSEB ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ നടപടി പ്രതിഷേധാർഹമെന്ന് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട്. പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന നടപടികൾ ഏത് ഭാഗത്തു നിന്ന് വന്നാലും ശക്തമായി പ്രതിരോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഹൈറേഞ്ചിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ അഞ്ചുരുളി ടണലിലേക്കുള്ള പ്രവേശനം KSEB ഡാം സേഫ്റ്റി വിഭാഗം പൂർണ്ണമായി നിരോധിച്ചത് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച രാത്രിയിലാണ് ഗേറ്റ് സ്ഥാപിച്ച പ്രവേശനം നിരോധിച്ചത്. ഗ്രാമപഞ്ചായത്തിനെയോ ജനപ്രതിനിധികളെയോ അറിയിക്കാതെയായിരുന്നു നടപടി. മുൻപ് ഗേറ്റ് സ്ഥാപിച്ച് സഞ്ചാരികളുടെ പ്രവേശനം തടയാൻ ശ്രമിച്ചത് നാട്ടുകാർ തടഞ്ഞിരുന്നു. ഇതേ തുടർന്ന് ഗേറ്റിന്റെ ഒരു ഭാഗം തുറന്നു നൽകി. ഇതിന് പിന്നാലെയാണ് തുറന്നിട്ടിരുന്ന ഭാഗവും ഇരുമ്പ് ഗ്രിൽ ഉപയോഗിച്ച് അടച്ചത്. അഞ്ചുരുളി ടൂറിസം തകർക്കാനായി ചില ഉദ്യോഗസ്ഥർ ശ്രമിക്കുകയാണെന്നും ഇത് ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പറഞ്ഞു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ വളരെയേറെ ശ്രദ്ധയേൽക്കുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നായി അഞ്ചുരുളി കഴിഞ്ഞ ദിവസം ഡാം സേഫ്റ്റി അതോറിറ്റി ആണെന്ന് തോന്നുന്നു രാത്രിയുടെ മറവിൽ വന്ന് അത് ഗേറ്റ് വെച്ച് അടച്ച് പൂട്ടിയിട്ട് പോയിരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ആളുകൾ ഈ സ്കൂൾ അവധിക്കൊക്കെ ഒരു ദിവസം 15,000-ത്തിലധികം ആളുകളൊക്കെ വന്ന ദിവസങ്ങളുണ്ട്. അങ്ങനെ വന്ന ഈ ടണൽമുഖം കാണുന്നതിന് വേണ്ടി ആണ് ഈ ടൂറിസ്റ്റുകളെല്ലാം നമ്മുടെ കാഞ്ചിയാറിൽ എത്തിച്ചത്. അത് തടസ്സപ്പെടുത്തിക്കൊണ്ട് അത് ഗ്രാമപഞ്ചായത്തിനെയോ യാതൊരു സെക്രട്ടറിയോ പ്രസിഡന്റിനെയോ ആരെയും യാതൊരു മുന്നറിയിപ്പും തരാതെയാണ് ഇവർ രാത്രിയുടെ മറവിൽ വന്ന് ഈ ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഇതിനെതിരെ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ആലോചനകൾ ഗ്രാമപഞ്ചായത്ത് ആരംഭിച്ചു കഴിഞ്ഞു. സർവകക്ഷി യോഗം വിളിച്ച പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന നടപടികൾ ഏത് ഭാഗത്തു നിന്ന് വന്നാലും ശക്തമായി പ്രതിരോധിക്കുമെന്നും അധികൃതർ അറിയിച്ചു. കുടുംബ പ്രശ്നം സംസാരിക്കാനെത്തിയ മരുമകനെയും ഇയാളുടെ അനുജനെയും കുത്തിപ്പരിക്കേൽപ്പിച്ച ഭാര്യാപിതാവും സുഹൃത്തുക്കളും അറസ്റ്റിൽ. കഴിഞ്ഞ ഞായറാഴ്ച ഇരട്ടയാറിലെ ബാർബർ ഷോപ്പിനുള്ളിൽ വെച്ചാണ് സംഭവം നടന്നത്. പ്രതികളെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് മുരളിയെയും ഇയാളുടെ അനുജൻ രാഹുലിനെയും മുരളിയുടെ ഭാര്യാപിതാവായ ഇരട്ടയാർ സ്വദേശി ചെരിവുപുരയിടത്തിൽ രഘുവും സുഹൃത്തുക്കളായ അറക്കൽ കുഞ്ഞുമോനും സഹോദരൻ സജിയും ചേർന്ന് ആക്രമിച്ചത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി മുരളിയും ഭാര്യയുമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇത് പറഞ്ഞ് പരിഹരിക്കുന്നതിനായി ഇരട്ടയാറിലുള്ള രഘുവിന്റെ ബാർബർ ഷോപ്പിൽ എത്തിയപ്പോഴാണ് ആക്രമണമുണ്ടായത്. മുടിവെട്ടാൻ ഉപയോഗിക്കുന്ന കത്രിക ഉപയോഗിച്ച് ഇരുവരെയും രഘുവും സുഹൃത്തുക്കളും ചേർന്ന് കുത്തുകയായിരുന്നു. തടസ്സം പിടിച്ച മുരളിയുടെ മകൻ യദുവിന്റെ കൈ തിരിച്ച് ഒടിക്കാനും ശ്രമം നടന്നു.
മുരളിയുടെ പുറത്ത് 4ഓളം കുത്തേറ്റു. രാഹുലിന് ആഴത്തിലുള്ള കുത്തേറ്റത്തിനെ തുടർന്ന് ആന്തരിക അവയവത്തിന് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരുടെ പരാതിയിൽ ഭാര്യാപിതാവ് ഉൾപ്പെടെ 3 പേരെയും കട്ടപ്പന ഡിവൈഎസ്പി PV ബേബിയുടെ നിർദ്ദേശപ്രകാരം SHO N സുരേഷ് കുമാറും സംഘവും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇവർക്കെതിരെ കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി. 3 പേരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. നിർമ്മാണം പൂർത്തീകരിച്ച വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈടെക് വിഭാഗം കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. പീരുമേട് MLA വാഴൂർ സോമൻ പ്രാദേശികതല ഉദ്ഘാടനവും കെട്ടിടത്തിന്റെ ശിലാഫലക അനാച്ഛാദനവും നടത്തി. സംസ്ഥാന സർക്കാരിന്റെ വിദ്യാകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 കോടി രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച 7 ഹൈടെക് ക്ലാസ് റൂമുകളും 1 സ്റ്റാഫ് റൂമും ഉൾപ്പെടെ 3 നിലകളിലായി നിർമ്മിച്ച വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് നടന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. ഇത്തരമൊരു ഘട്ടത്തിലാണ് ഡിജിറ്റൽ വിദ്യാഭ്യാസം കാര്യക്ഷമമാക്കുന്ന ലക്ഷ്യത്തോടെ വിദ്യാഭ്യാസ മിഷൻ മുഖേനയുള്ള ഇടപെടലുകൾ നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ചത്. ഇന്റർനെറ്റ് കണക്ടിവിറ്റി ലഭ്യമാക്കാനും കുട്ടികളിൽ സാക്ഷരത വളർത്താനുമുള്ള ഇടപെടൽ കൂടി അതിന്റെ ഭാഗമായി ഉണ്ടാവുന്നു. തുടർന്ന് നടന്ന പ്രാദേശികതല ഉദ്ഘാടനവും കെട്ടിട ശിലാഫലക അനാച്ഛാദനവും പീരുമേട് MLA വാഴൂർ സോമൻ നിർവഹിച്ചു. നമ്മുടെ തോട്ടം മേഖല വലിയ പ്രതിസന്ധിയെ കടന്നു മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു. അത്തരമൊരു സന്ദർഭത്തിൽ ഗവൺമെന്റ് കനിഞ്ഞ് അനുഗ്രഹിച്ചതുകൊണ്ടാണ് ഈ ഫണ്ട് നമുക്കിവിടെ ലഭിച്ചത്. അതേപോലെ തന്നെ അമരാവതി സ്കൂളിലും ലഭിച്ചതാണ്. അമരാവതിയിലും ഇവിടെയും മാത്രമല്ല, പീരുമേട് സ്കൂളിന് 13 കോടി രൂപയാണ് നൽകിയിട്ടുള്ളത്. സ്കൂൾ PTA പ്രസിഡന്റ് PM നൌഷാദ് അധ്യക്ഷനായിരുന്നു. ഹെഡ്മാസ്റ്റർ K മുരുകേശൻ, ജില്ലാ പഞ്ചായത്ത് അംഗം SP രാജേന്ദ്രൻ, വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഉഷ, വൈസ് പ്രസിഡന്റ് ശ്രീരാമൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല കുളത്തുങ്കൽ, പീരുമേട് AEO M രമേശ്, കൈറ്റ് ജില്ലാ കോർഡിനേറ്റർ ഷാജിമോൻ, പ്രിൻസിപ്പൽ S ജർമലിൻ, PTA വൈസ് പ്രസിഡന്റ് R രാംരാജ്, വ്യാപാരി വ്യവസായി സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കട്ടപ്പന ഗവൺമെന്റ് ITI കോളേജിൽ വ്യവസായ സംരംഭകത്വ വികസന ക്ലബിന്റെ പ്രവർത്തനോദ്ഘാടനം നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലബിന്റെ 2023-24 വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമാണ് കോളേജ് ഹാളിൽ വെച്ച് നടന്നത്. ITI പരിശീലനം വിജയകരമായി പൂർത്തീകരിച്ച ട്രെയിനികൾക്ക് മികച്ച തൊഴിൽ അവസരങ്ങൾ ഉറപ്പുവരുത്തുന്നതിലും സംരംഭങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമായ സഹായം ഉറപ്പുവരുത്തുവാൻ പ്രത്യേക പരിഗണന നൽകി ജില്ലാ പഞ്ചായത്തിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു പറഞ്ഞു. ഇവിടെ കുട്ടികളായ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന കോഴ്സ് 1 വർഷവും 2 വർഷവും ദൈർഘ്യമുള്ളതാണ്. അതിൽ നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോലികൾ വാങ്ങിയെടുക്കുവാനും ആ ജോലിയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കണമെന്ന താല്പര്യമുണ്ടെങ്കിൽ കൂടുതൽ പഠിക്കുവാനും ഇഷ്ടപ്പെട്ട വിഷയങ്ങളിൽ പഠിക്കുവാനും എല്ലാമുള്ള ഒരു മാനസികാവസ്ഥയെത്തുകയും സമൂഹത്തിലെ ഏറ്റവും നല്ലവരും മിടുക്കന്മാരും മിടുക്കലുമായി ജീവിക്കാൻ ആവശ്യമായ സഹായങ്ങൾ എടുക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് പറയാറുള്ളത്. സംസ്ഥാന സർക്കാർ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാൻ നടപ്പാക്കി വരുന്ന വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കളാകുവാൻ ITI പരിശീലനം നേടിയ ട്രെയിനികൾക്ക് കഴിയണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ITI പ്രിൻസിപ്പൽ A ആംസ്ട്രോങ് അധ്യക്ഷനായിരുന്നു. വൈസ് പ്രിൻസിപ്പൽ പീറ്റർ സ്റ്റാലിൻ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രൂപ്പ് ഇൻസ്ട്രക്ടർ സനിൽ PK, സ്റ്റാഫ് സെക്രട്ടറി വിജേഷ് ജോസ്, PTA അംഗം സബിത, ട്രെയിനീസ് കൗൺസിൽ ചെയർമാൻ ജോൺസൺ ചോയി എന്നിവർ സംസാരിച്ചു. തുടർന്ന് സംരംഭകത്വ വികസനം എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ ഉടുമ്പൻചോല ഉപജില്ലാ വ്യവസായി ഓഫീസർ വിജീഷ് NV, കട്ടപ്പന ബ്ലോക്ക് വ്യവസായി ഓഫീസർ ജിബിൻ K ജോൺ എന്നിവർ ക്ലാസുകൾ നയിച്ചു. യോഗത്തിന് ED ക്ലബ് കോർഡിനേറ്റർ മനോജ് മോഹൻ, ക്ലബ് അസിസ്റ്റന്റ് കോർഡിനേറ്റർ വിൽസൺ തോമസ് എന്നിവർ നേതൃത്വം നൽകി. സെറിബ്രൽ പൾസി ബാധിതരായ കുട്ടികൾക്ക് കട്ടപ്പന വോസാട്ട്, കോട്ടയം ജ്യോതിസ്, ഡോക്ടർ രാമകൃഷ്ണൻ എന്നിവരുടെ ആഭിമുഖ്യത്തിൽ സൗജന്യമായി CP ചെയറുകൾ വിതരണം ചെയ്തു. കട്ടപ്പന വോസാട്ട് ഹാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ചെയറുകൾ വിതരണം ചെയ്തു.
സെറിബ്രൽ പൾസി ബാധിച്ച ശാരീരിക അവശതകൾ നേരിടുന്ന ജില്ലയിലെ വിവിധ പ്രദേശത്തു നിന്ന് തിരഞ്ഞെടുത്ത 6 കുട്ടികൾക്കാണ് പ്രത്യേകം നിർമ്മിച്ചെടുത്ത CP ചെയറുകൾ സൗജന്യമായി വിതരണം ചെയ്തത്. വോസാട്ട് ഹാളിൽ നടന്ന ചടങ്ങിൽ വെച്ച് കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി വിതരണോദ്ഘാടനം നിർവഹിച്ചു. നിശബ്ദ സേവനം ചെയ്തുവരുന്ന വോസാട്ട് പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണെന്നും ഇതിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം വഹിക്കുന്നവരുടെ കൂടെ ജനങ്ങൾ എന്നും ഉണ്ടാകുമെന്നും ബീന ടോമി പറഞ്ഞു. സാധാരണക്കാരനായ കുഞ്ഞ് +2 പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഉണ്ടായിട്ട് മറ്റാർക്കും ഒന്നും സംഭവിച്ചില്ല. ഈ കൊച്ചിനാണ് അരകി താഴ്ത്ത് തളർന്നുപോയി. അപ്പൊ ഇവനെ കൊണ്ട് ആദ്യമൊക്കെ കുറെ നാള് കാരണന്മാര് മാതാപിതാക്കളുടെ കടമയാണല്ലോ കൊട്ട ചികിത്സിക്കുക എന്നുള്ളത്. അപ്പൊ ഇവനെ കൊണ്ടുപോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ കാരണവർക്ക് തോന്നി വീടിനും നാടിനും കൊള്ളത്തില്ലാത്ത ഇവനാണ്, എൻ്റെ വിധിയാണ് ഇവന്. പക്ഷേ അമ്മമാരെ ഞാൻ പറയണം, ഒരിക്കലും നമ്മുടെ വിധിയല്ല, നമ്മളുടെ വിജയമാണ് ഇങ്ങനെയുള്ള ഓരോ കുഞ്ഞുങ്ങളും. അവന് ആ കുടുംബത്തിലിരുന്ന് അപ്പൻ മദ്യപാനിയാണെങ്കിൽ പോലും എല്ലാ ദിവസവും കുടിച്ചിട്ട് വന്നു കഴിയുമ്പോൾ പറയാറുണ്ട്, നീ ഈ വീടിന്റെ ശാപമാണ്, നീ വീടിനും നാടിനും കൊള്ളില്ലാത്തവനാണ് എന്ന് പറഞ്ഞിരുന്ന സമയത്ത് ഞങ്ങൾ അവിടെ കയറി ചെന്ന സമയത്ത് ഈ അപ്പച്ചൻ ഞങ്ങളോട് ചോദിച്ച ഒരു വാക്കുണ്ട്, നിങ്ങൾ ഞങ്ങളെ മതം മാറ്റാൻ വന്നാണോ? കാരണം ചോദിച്ചതിനുണ്ട്. എൻ്റെ കൂട്ടത്തിൽ ഒരു കന്യാസ്ത്രീ ആയിരുന്നു അന്ന് വന്നുകൊണ്ടിരുന്നത്. നമ്മൾ ഓരോ ഭാഗത്ത്, അതും കുമളി ഭാഗത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ചോദിച്ചു, നിങ്ങൾ ഞങ്ങളെ മതം മാറ്റാൻ വന്നാണോ? പിന്നെ രണ്ടാമത്തെ ചോദ്യം, വീടിനും നാടിനും വേണ്ടാത്ത ഇവനെ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? എൻ്റെ അമ്മമാരെ, ഞാൻ നിങ്ങളോട് ഇതുപോലെ തുറന്നു പറയുന്നത്, ഇന്ന് ആ മകൻ ആ കുടുംബത്തിന്റെ അത്താണിയാണ്. അവൻ കല്യാണം കഴിഞ്ഞ് ഇന്ന് 4-5 മാസം അവൾ പ്രഗ്നന്റ് ആണ്. എന്താണ് അവര് കാരണവന്മാര് പറഞ്ഞിരുന്നത്? വീടിനും നാടിനും വേണ്ടാത്തവനാണ്. പക്ഷെ ദൈവം അവിടെ തീരുമാനിച്ചു, അവൻ അവിടെ ഒരു മകളെ തമ്പുരാൻ അവിടെ കാണിച്ചു വെച്ചു. അച്ഛൻ പറഞ്ഞു, നിങ്ങൾ വേദനിക്കരുത്, ആരും വേദനിക്കരുത്, നമുക്കും ഉണ്ട് ഇങ്ങനെ ഒരു നല്ല കാലം. വോസാട്ട് ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോസ് ആന്റണി അധ്യക്ഷനായിരുന്നു. നഗരസഭാ കൗൺസിലർ ജോയി ആനിത്തോട്ടം, സിബി കൊല്ലംകുടി, രാജീവ്, ചാക്കോച്ചനമ്പാട്ട്, ജോസ് വടക്കേൽ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളും അവരുടെ മാതാപിതാക്കളും വിവിധ മേഖലകളിൽ നിന്നുള്ള സുമനസ്സുകളും പരിപാടിയിൽ പങ്കെടുത്തു. വണ്ടിപ്പെരിയാർ 62-ാം മൈലിന് സമീപം വീടിനോട് ചേർന്നുള്ള ഷെഡിൽ നിർത്തിയിട്ടിരുന്ന വാഹനത്തിൽ അജ്ഞാത വാഹനമിടിച്ച അപകടം. സംഭവത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വണ്ടിപ്പെരിയാർ 62-ാം മൈൽ പോളിടെക്നിക് കോളേജിന് സമീപം ആലിങ്കൽ വീട്ടിൽ ബൈജു എന്നയാളുടെ വീടിനോട് ചേർന്നുള്ള ഷെഡിൽ നിർത്തിയിട്ടിരുന്ന കാറിലാണ് അജ്ഞാത വാഹനമിടിച്ച് അപകടമുണ്ടായത്. കഴിഞ്ഞ ദിവസം രാത്രി 1:30 സംഭവം. ശബ്ദം കേട്ട് ഉറങ്ങിക്കിടന്നിരുന്ന ബൈജുവും വീട്ടുകാരും റോഡിലിറങ്ങി നോക്കുമ്പോഴാണ് സംഭവം അറിയുന്നത്. ഇന്നലെ രാത്രി ഏകദേശം ഒരു 1:30 മണിയോടുകൂടി ഒരു ലൈറ്റ് ബ്ലൂ കളർ വെറീറ്റോ വന്ന് നമ്മുടെ ഷെഡിൽ കിടന്ന വണ്ടിയിൽ ഇടിച്ചിട്ട് വീടിൻ്റെ സൈഡിലിട്ട് ഇടിച്ച് ഒരു മരം ഇടിച്ച് വീടിൻ്റെ മണ്ടലിൽ താക്കി നിർത്തിയിട്ട് ആരും അറിയാതെ നിർത്താതെ വണ്ടി പോയിട്ടുണ്ട്. കുമ്മളി ഭാഗത്തേക്കാണ് പോയത്. പെരിയാർ ഭാഗത്തു നിന്ന് വന്ന വണ്ടിയാണ് ഇത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് പോയിരിക്കുന്നത്. സൗണ്ട് കേട്ടുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് എൻ്റെ ഫാദർ ഈ വണ്ടി പോകുന്നത് കാണുകയും ഇതിൻ്റെ പുറകെ വന്ന ഒരു വണ്ടി ഉണ്ടായിരുന്നു. ആ വണ്ടിക്കാരാണ് ഇത് ആദ്യം വണ്ടി കാണുകയൊക്കെ ചെയ്തത്. വണ്ടിപ്പെരിയാർ പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇതിൽ മഹീന്ദ്ര കമ്പനിയുടെ വെരിറ്റോ വാഹനമാണ് നിർത്തിയിട്ടിരുന്ന വാഹനത്തിൽ ഇടിച്ചതെന്നാണ് നിഗമനം. തുടർന്ന് പോലീസ് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും വാഹനം കണ്ടെത്താനായില്ല. വളവ് തിരിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട വാഹനം നിർത്തിയിട്ടിരുന്ന വാഹനത്തിൽ ഇടിച്ചതാകാനാണ് സാധ്യതയെന്നാണ് പ്രാഥമിക നിഗമനം. കേരള NGO യൂണിയൻ സംഘടിപ്പിക്കുന്ന കലാജാഥ നാം ഇന്ത്യയിലെ ജനങ്ങൾക്ക് കട്ടപ്പനയിൽ സ്വീകരണം നൽകി. നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലാണ് കലാജാഥയ്ക്ക് സ്വീകരണം നൽകിയത്. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ തുറന്നുകാട്ടുകയെന്ന ലക്ഷ്യത്തോടെയാണ് NGO അസോസിയേഷൻ കലാജാഥ നടത്തുന്നത്. ഞായറാഴ്ച കുമളിയിൽ നിന്നാണ് ജാഥ ആരംഭിച്ചത്. ജില്ലയിലെ 12 കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം 28-ന് ജാഥ സമാപിക്കും. വർത്തമാന ഇന്ത്യൻ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളിലെ കൊള്ളുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെ അത് നൃത്തശില്പത്തിൻ്റെയും സ്കിറ്റുകളുടെയും രൂപത്തിൽ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ കലാജാഥ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിലെ ജനപക്ഷ ഗവൺമെന്റ് നടത്തുന്ന ജനോപകാരപ്രദമായ കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടുള്ള കുറച്ച് കലാരൂപങ്ങൾ അത് ജനങ്ങൾക്ക് ഏറ്റവും ആസ്വാദികരവും മനസ്സിലാക്കുന്ന രൂപത്തിലും ഞങ്ങൾ അവതരിപ്പിക്കുകയാണ് ചെയ്തത്.
NGO യൂണിയൻ ജില്ലാ പ്രസിഡന്റ് CS മഹേഷ്, ജില്ലാ വൈസ് പ്രസിഡന്റ് ഷിബു, കൺവീനർ കനൽ, സജിമോൻ ടി മാത്യു, FSCTO ജില്ലാ പ്രസിഡന്റ് KR ഷാജിമോൻ, PSC എംപ്ലോയീസ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് CJ ജോൺസൺ, യൂണിയൻ ഏരിയ സെക്രട്ടറി KV ഷിജു, ജില്ലാ കമ്മിറ്റി അംഗം മുജീബ് റഹ്മാൻ, സുഗതൻ കരുവാറ്റ തുടങ്ങിയവർ പങ്കെടുത്തു. കാഞ്ചിയാർ മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 70ാമത് വാർഷികവും യാത്രയപ്പ് സമ്മേളനവും നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് വാർഷിക ആഘോഷം ഉദ്ഘാടനം ചെയ്തു. മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ പൊതുവിദ്യാഭ്യാസ രംഗത്ത് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെ തിലകക്കുറിയായി മാറിയിരിക്കുകയാണ്. സ്കൂളിന്റെ 70ാമത് വാർഷികവും യാത്രയപ്പ് സമ്മേളനവുമാണ് ഓഡിറ്റോറിയത്തിൽ നടന്നത്. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് വാർഷിക ആഘോഷം ഉദ്ഘാടനം ചെയ്തു. LP തലം മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ കലാലയത്തിൽ ഇവരെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുക, ഇവരെല്ലാം ഈ ലോകത്തിൻ്റെ അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഉന്നതിയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു മഹത്തായ കർമ്മം കൂടിയാണ് വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ ഇവർക്ക് നേടിക്കൊടുക്കുന്നത്. നല്ല വിദ്യാഭ്യാസം നേടി ജോലി അതിനപ്പുറം നല്ല ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാകുക, അതുകൊണ്ട് ഈ സമൂഹത്തിന് നന്മ ചെയ്യുക എന്നുള്ള ഒരു വ്യക്തിപ്രഭാവം ഉടലെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എത്ര ചിട്ടയോടുകൂടിയാണ് ചെയ്യുന്നത്, അതുപോലെ ഇരിക്കും നമ്മുടെ സമൂഹത്തിൻ്റെ വളർച്ച. സ്കൂൾ PTA പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളി അധ്യക്ഷനായിരുന്നു. സാംസ്കാരിക വകുപ്പ് ജില്ലാ കോർഡിനേറ്റർ S സൂര്യലാൽ മുഖ്യപ്രഭാഷണം നടത്തി. സർവീസിൽ നിന്നും വിരമിക്കുന്ന യമുന മാമന് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി സ്കൂളിന്റെ ആദരവ് കൈമാറി. ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കമണി സുരേന്ദ്രൻ, സ്കൂൾ പ്രിൻസിപ്പൽ സിബി ജോസഫ്, ഹെഡ് മിസ്ട്രസ് സുനു VR, ഓമന PS, ജിനീഷ് മാത്യു, ഷൈനമ്മ തോമസ്, ആസിഫ് KA, വിദ്യ KR തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന, ജില്ലാ, സബ് ജില്ലാ തലങ്ങളിൽ അഭിമാനാർഹമായ നേട്ടങ്ങൾ കൈവരിച്ച പ്രതിഭകളെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. വണ്ടൻമേട് സെന്റ് ആന്റണീസ് ഹൈസ്കൂളിൽ 2023-24 അധ്യയന വർഷത്തെ അക്കാദമിക് ഇതര മികവുകളെ പൊതുജന സമക്ഷം അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമായി പഠനോത്സവം നടത്തി. എക്സൽഷ്യ 2K24 എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. വിഷയാധിഷ്ഠിത രൂപങ്ങളുടെ അവതരണം, ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം, കുട്ടികളുടെ കലാപരിപാടികൾ, ഗെയിം സോൺ, ഫുഡ് കോർണർ, പ്ലാനറ്റോറിയം തുടങ്ങിയവയാണ് പഠനോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത്. വണ്ടൻമേട് സെന്റ് ആന്റണീസ് സ്കൂളിൽ തമിഴ്, മലയാളം, ഇംഗ്ലീഷ് മീഡിയങ്ങളിലായി 35 ഡിവിഷനുകളിലായി പഠിക്കുന്ന 1250 കുട്ടികളും പരിപാടിയിൽ പങ്കെടുത്തു. സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ നയമനുസരിച്ച് പഠനോത്സവം എന്ന പേരിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ എല്ലാ തരത്തിലുള്ള ബിരുദുകളും സമൂഹത്തിൻ്റെ മുന്നിൽ കാണിക്കേണ്ട ഒരു സംരംഭം തന്നെയാണ് പഠനോത്സവം. എക്സൻഷ്യ 2K24 എന്ന പേരിൽ ഈ വണ്ടൻമേടിൻ്റെ ഫെസ്റ്റ്, ഞങ്ങളുടെ സ്കൂളിൻ്റെ ഫെസ്റ്റ് ഇന്ന് ഇവിടെ നടത്തുകയാണ്. ഒപ്പം ഇതിൽ നിന്നും ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കുട്ടികൾക്ക് ഞങ്ങൾ ഓരോ വിഭാഗത്തിലും, അതായത് പ്രാദേശിക PTA 12 ഇടങ്ങളിൽ കൂടി ആ സ്ഥലങ്ങളിൽ കൊണ്ടുചെന്ന് ഈ പ്രകടനങ്ങൾ ഒന്നുകൂടി പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുക എന്നതാണ് ഈ പഠനോത്സവം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. പഠനോത്സവത്തിന് മുന്നോടിയായി വിളംബര ജാഥയും നടത്തി. സ്കൂൾ മാനേജർ സിസ്റ്റർ ലിസ്യു തെരേസ്, PTA പ്രസിഡന്റ് സജി ഇമ്മാനുവൽ, പ്രധാനാധ്യാപിക കൊച്ചുറാണി ജോർജ്, ഫാദർ തോമസ് CV, ബിജുമോൻ ജോസഫ്, ടെസിമോൾ മാത്യു, റാണി ജോർജ്, ബെന്നി ജോർജ്, അധ്യാപകർ, PTA, MPTA പ്രതിനിധികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. കട്ടപ്പന ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നടന്നുവന്ന ഉത്രം തിരുനാൾ മഹോത്സവത്തിന്റെ ഭാഗമായി മഹാഘോഷയാത്ര നടന്നു. ഇടുക്കി കവല ശ്രീ ലക്ഷ്മി നാരായണ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ ആയിരങ്ങൾ പങ്കെടുത്തു.
ഫെബ്രുവരി 20 മുതലാണ് ക്ഷേത്രത്തിൽ ഉത്സവം ആരംഭിച്ചത്. കുന്തളംപാറ, പാറക്കടവ്, വലിയ കണ്ടം, വെള്ളയാങ്കുടി, വള്ളക്കടവ്, നരിയമ്പാറ, അമ്പലക്കവല, മേട്ടുക്കുഴി എന്നീ കരകളിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര ഇടുക്കിക്കവല ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിൽ എത്തിയ ശേഷം മഹാഘോഷയാത്ര ആരംഭിച്ചു. നിങ്ങൾക്കായി സമർപ്പിക്കുന്നു അർദ്ധനാരീശ്വര. ഘോഷയാത്ര കട്ടപ്പന നഗരം ചുറ്റി ക്ഷേത്രാങ്കണത്തിലെത്തിയ ശേഷം പൂരക്കാഴ്ചയും നടന്നു. നെറ്റിപ്പട്ടം കിട്ടിയ ഗജവീരനും വാദ്യമേളങ്ങളും നിശ്ചല ദൃശ്യങ്ങളും ഘോഷയാത്രയ്ക്ക് മിഴിവേകി. ഉത്സവ ആഘോഷങ്ങൾക്ക് ക്ഷേത്രം ഭാരവാഹികളായ സന്തോഷ് ചാളനാട്ട്, PD ബിനു, സാബു അറക്കൽ, സജീന്ദ്രൻ പൂവാങ്കൽ, മനോജ് പതാലിൽ, തങ്കച്ചൻ പുളിക്കത്തടം, മഹേഷ് കുമാർ ചെമ്പകശ്ശേരി, ക്ഷേത്രം മേൽശാന്തി MS ജഗദീഷ് ശാന്തികൾ എന്നിവർ നേതൃത്വം നൽകി. വ്യാപാരി വ്യവസായി സമിതി നെടുങ്കണ്ടം തൂക്കുപാലം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേൽ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വ്യാപാര സംഘടന വളരുമ്പോൾ നമ്മുടെ വ്യാപാര സ്ഥാപനവും നമ്മുടെ ജീവിതവും നമ്മുടെ കുടുംബവും വ്യക്തിപരമായി നമ്മുടെ വളർച്ചയും ഒക്കെ അത് ജീവിത വിജയത്തിന്റെ അനിവാര്യ ഘടകങ്ങളാണെന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് യൂണിറ്റ് പ്രസിഡന്റ് ഷിജു തനിമ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. സമിതി ജില്ലാ പ്രസിഡന്റ് റോജി പോൾ മുഖ്യപ്രഭാഷണം നടത്തി. കരുണാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭനാമ ഗോപിനാഥൻ, നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലേഖ ത്യാഗരാജൻ, സമിതി ജില്ലാ ട്രഷറർ നൌഷാദ് ആലുമൂട്ടിൽ, നെടുങ്കണ്ടം യൂണിറ്റ് പ്രസിഡന്റ് ഷിജു ഉള്ളിരിപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച കുട്ടികളെ അനുമോദിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ഇടുക്കിയിലെ പ്രധാന അഡ്വഞ്ചർ ടൂറിസം സ്പോട്ടുകളിലൊന്നാവാൻ ഒരുങ്ങി വണ്ടിപ്പെരിയാർ മൗണ്ട് സത്രം. ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ സംരംഭകരായ യുവാക്കൾ ചേർന്നാണ് അഡ്വഞ്ചർ ടൂറിസത്തിന് തുടക്കമിട്ടത്. പദ്ധതിയുടെ ഭാഗമായി 250 മീറ്റർ നീളത്തിൽ സിപ്പ് ലൈൻ സ്ഥാപിച്ച് അഡ്വഞ്ചർ ടൂറിസത്തിന് തുടക്കമിട്ടു. പദ്ധതിയുടെ ഉദ്ഘാടനം പീരുമേട് MLA വാഴൂർ സോമൻ നിർവഹിച്ചു. സഞ്ചാരികൾ ഒഴുകിയെത്തുന്ന ലോക ടൂറിസം ഭൂപടത്തിൽ സ്ഥാനം അലങ്കരിക്കുന്ന തേക്കടിക്ക് അടുത്തുള്ള സ്ഥലങ്ങളിൽ അഡ്വഞ്ചർ ടൂറിസം സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്തണമെന്ന ലക്ഷ്യത്തോടെയാണ് വണ്ടിപ്പെരിയാർ മൗണ്ട് സത്രത്തിൽ അഡ്വഞ്ചർ ടൂറിസത്തിന്റെ സാധ്യതയുള്ള സിപ്പ് ലൈൻ ആരംഭിച്ചത്. കുമളിയിൽ നിന്നും ജീപ്പ് സഫാരിയിൽ ദിവസവും 100 കണക്കിന് വിനോദസഞ്ചാരികളാണ് സത്രത്തിലും പരിസര പ്രദേശങ്ങളിലും എത്തുന്നത്. ഈ സാധ്യത കണക്കിലെടുത്താണ് വിദേശ അന്തർ സംസ്ഥാന പ്രാദേശിക വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് അഡ്വഞ്ചർ ടൂറിസത്തിന് വണ്ടിപ്പെരിയാർ മൗണ്ടിൽ തുടക്കമായതെന്ന് സംരംഭകനായ അനന്തു പറയുന്നു. നമസ്കാരം. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിലെ ഒരു ആദ്യത്തെ വിനോദസഞ്ചാര കേന്ദ്രമായ നമ്മുടെ സത്രത്തിലേക്ക് പോകുന്ന വഴിയിലാണ് നമ്മുടെ കനോപ്പി ലൈൻ 6ന്റെ ആദ്യ സംരംഭം ആരംഭിച്ചിരിക്കുന്നത്. വിനോദസഞ്ചാരികൾക്ക്
വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സിപ്പ് ലൈൻ അഡ്വഞ്ചർ ആക്ടിവിറ്റിയാണ്. അപ്പോൾ വിനോദസഞ്ചാരികൾക്ക് ഇപ്പോൾ നമ്മുടെ ചക്രത്തിലേക്ക് പോകുന്ന വഴിയിൽ തന്നെയാണ് ഈ സംരംഭം നമ്മൾ ആരംഭിച്ചിരിക്കുന്നത്. നമ്മുടെ സിപ്പ് ലൈൻ ഏകദേശം ഒരു 250 മീറ്റർ വൺ സൈഡ് ഉണ്ട്. അപ്പ് ആൻഡ് ഡൗണ് 500 മീറ്റർ ഉണ്ട്. അപ്പോൾ ഒരേ സമയം 2 പേർക്ക് അങ്ങോട്ടും അതേസമയം തന്നെ 2 പേർക്ക് തിരിച്ചിങ്ങോട്ടും വരാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. കണ്ണെത്താ ദൂരത്തോളം ഉയരമേറിയ കുന്നുകളിൽ പരന്നു കിടക്കുന്ന തേയിലത്തോട്ടങ്ങളുടെ മനോഹര കാഴ്ചകൾക്കൊപ്പം തേയിലക്കാടുകൾക്ക് മുകളിലൂടെ ഇനി സിപ്പ് ലൈനിലെ സാഹസിക സഞ്ചാരവും ആസ്വദിക്കാം. തേയിലക്കാടുകളുടെ മുകളിലൂടെയുള്ള സിപ്പ് ലൈൻ യാത്ര വ്യത്യസ്ത അനുഭവമായിരുന്നതായി സഞ്ചാരികൾ പറയുന്നു. വളരെ രസകരമായിട്ടുള്ള അഡ്വഞ്ചേഴ്സ് ഇതായിട്ട് എനിക്ക് തോന്നി. വളരെ രസകരമായിരുന്നു. വണ്ടിപ്പെരിയാർ മൗണ്ടിൽ ആരംഭിച്ച അഡ്വഞ്ചർ ടൂറിസം പദ്ധതിയുടെ ഉദ്ഘാടനം പീരുമേട് MLA വാടൂർ സോമൻ നിർവഹിച്ചു. സിപ്പ് ലൈൻ പ്രവർത്തനം ആരംഭിക്കുന്നത് ഈ നാട്ടിലെ ടൂറിസം വികസനത്തിന് അങ്ങേയറ്റം സഹായകരമായിരിക്കുമെന്ന കാര്യം എടുത്തു പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഇതുവഴി ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ സത്രത്തിലേക്കും അതേപോലെ തന്നെ നമ്മുടെ എയർ സ്ട്രിപ്പിലേക്കും ദിവസേന യാത്ര ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും അതിനിടയിൽ ഇതുപോലൊരു സൗകര്യം ഒരുക്കുന്നത് എന്തുകൊണ്ടും പ്രയോജനമാണ്. അത് ഈ നാടിൻ്റെ വികസനത്തിനും സഹായകരമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീരാമൻ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല കുളത്തുങ്കൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. 100 അടിയിലധികം ഉയരമുള്ള സിപ്പ് ലൈൻ ആയതിനാൽ സുരക്ഷയുടെ കാര്യത്തിൽ കൃത്യത ഉറപ്പുവരുത്തിയിട്ടുണ്ട്. സിപ്പ് ലൈൻ വിജയകരമായാൽ സ്കൈ സൈക്ലിംഗ്, പാരാഗ്ലൈഡിംഗ് ഉൾപ്പെടെയുള്ള ആക്ടിവിറ്റികൾ ഉൾപ്പെടുത്തി അഡ്വഞ്ചർ ടൂറിസം വിപുലീകരിക്കാനാണ് സംരംഭകരുടെ തീരുമാനം. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. 2 മാസത്തിനിടെ ഇടുക്കിയിൽ ആനക്കലിയിൽ പൊലിഞ്ഞത് 4 ജീവനുകളാണ്. കടുത്ത വേനലിൽ കാട്ടാനക്കൂട്ടം കാടിറങ്ങുമ്പോൾ ഇടുക്കിയിൽ പെയ്തിറങ്ങുന്നത് കണ്ണീരിന്റെ വേനൽ മഴയും. അടുത്ത ഇര ആരെന്ന ആശങ്കയിലാണ് വനമേഖലയോട് അതിര് പങ്കിടുന്ന ഗ്രാമങ്ങളിലെ ജനജീവിതം. പതിവ് പോലെ തോട്ടത്തിൽ ജോലിക്ക് പോകുന്നതിനിടെയായിരുന്നു പന്നിയാർ സ്വദേശിനി പരിമളത്തെ കാട്ടാന ആക്രമിച്ചത്. സ്വന്തം കൃഷിയിടത്തിൽ കൊച്ചുമകനൊപ്പം ജോലി ചെയ്യുന്നതിനിടെയായിരുന്നു BL സ്വദേശി സൗന്ദർരാജിനു നേരെ ആക്രമണമുണ്ടായത്. കോയമ്പത്തൂരിൽ നിന്നും മൂന്നാറിൽ വിവാഹ ചടങ്ങിനെത്തിയ പാൽരാജും ആനക്കലിക്ക് ഇരയായി. ഒടുവിൽ ഓട്ടോ ഡ്രൈവർ മണിയും. ആനയുടെ ആക്രമണത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടവരും നിരവധിയാണ്. ഏതാനും മാസങ്ങളായി വനാതിർത്തിയോട് ചേർന്നുള്ള ഗ്രാമങ്ങളിൽ കാട്ടാനക്കൂട്ടങ്ങൾ പതിവ് സാന്നിധ്യമാണ്. പടയപ്പ റോഡിൽ മിക്കപ്പോഴുമുണ്ട്. വാഹനങ്ങൾ തടയുന്നത് പതിവ് കാഴ്ച. BL സിംഗുകണ്ടത്തും തമ്പടിച്ചിരിക്കുകയാണ് ചക്കക്കൊമ്പനും മൊട്ടവാലനും. കന്നിമലയെയും ഗുണ്ടുമലയെയും ഒറ്റയാന്മാരും കാട്ടാനക്കൂട്ടങ്ങളും ഭീതിപ്പെടുത്തുന്നുണ്ട്. 2003 മുതലുള്ള കാലയളവിൽ മൂന്നാർ ഡിവിഷനിൽ കാട്ടാന ആക്രമണത്തിൽ നഷ്ടമായത് 47 ജീവനുകളാണ്. ഏതാനും വർഷങ്ങളായി ആന ആക്രമണം മുൻകാലങ്ങളെക്കാൾ 10 മടങ്ങ് വർദ്ധിച്ചു. ഓരോ തവണയും കാട്ടാനക്കൂട്ടങ്ങൾ ഇറങ്ങുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശവും ഉണ്ടാകും. മാട്ടുപ്പെട്ടിയിലടക്കം വ്യാപാര സ്ഥാപനങ്ങൾക്കും 301 ഉൾപ്പെടെ വീടുകൾക്കും ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്കും കണക്കില്ല. വനമേഖലയിൽ തീറ്റ ഇല്ലാതായതോടെയാണ് ആനകൾ കാടുവിട്ട് ജനവാസ തോട്ടം മേഖലകളിൽ തമ്പടിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം.
കാടും നാടും വേർതിരിച്ച ട്രെഞ്ചും ഫെൻസിങ്ങും അടക്കമുള്ള സുരക്ഷാ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ആനക്കലിയുടെ കഥകൾ തുടർന്നുകൊണ്ടേയിരിക്കും. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. സൗത്ത് ഇന്ത്യൻ ഗ്രീൻ കാർഡമം കമ്പനി ഏലക്ക ലേല വിവരം. ആകലോട്ട് 263, വിൽപ്പനയ്ക്ക് വന്നത് 85,855, വിൽപ്പന നടന്നത് 85,518. കൂടിയ വില 2040, ശരാശരി വില 1500. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 510 രൂപ, ഏലം കൂടിയ വില 1400, ഏലം ശരാശരി വില 1200. കാപ്പിപ്പരിപ്പ് 260, ഗ്രാമ്പു 975, കൊക്കോ 140, റബ്ബർ 143. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 5760 രൂപ, വെള്ളി 74. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. മൂന്നാറിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മണിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. ചെക്ക് കൈമാറിയത് മൂന്നാർ ജനറൽ ആശുപത്രിയിൽ അടിയന്തരമായി ചേർന്ന സർവകക്ഷി യോഗത്തിന് ശേഷം. അതേസമയം ആനയെ പിടിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട ഡീൻ കുര്യാക്കോസ് MP നിരാഹാര സമരം ആരംഭിച്ചു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും വന്യമൃഗങ്ങളും ഒരുപോലെ ഉപദ്രവകാരികളാകുന്നുവെന്ന UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി. മനുഷ്യനെ കൊല്ലുന്ന മൃഗങ്ങളെ വെടിവയ്ക്കുന്നതിനുള്ള ഉത്തരവിടുന്നതിന് സർക്കാരിന് അധികാരമുണ്ടായിരുന്നിട്ടും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നതിനുള്ള കാരണം വ്യക്തമാക്കണമെന്നും ആവശ്യം. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന് 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന് കർഷക കോൺഗ്രസ് ജില്ലാ നേതൃത്വം. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി മുൻ MP ജോയിസ് ജോർജ്. ഇത്തവണ ജോയിസ് അംഗത്തിനിറങ്ങുന്നത് CPM പാർട്ടി ചിഹ്നത്തിൽ. UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ലെങ്കിലും ഡീൻ കുര്യാക്കോസിന് തന്നെ സാധ്യത. വനപാലകരുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ അടിമാലി മാങ്കുളം ജനകീയ സമിതി തുടർ പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുന്നു. മാർച്ച് 4 മുതൽ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കും. വിവിധ രാഷ്ട്രീയ, സാമുദായിക, കർഷക സംഘടനകൾ സമരത്തിൽ പങ്കാളികളാകുമെന്നും ജനകീയ സമിതി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.